തലശ്ശേരിക്കാരുടെ ഇറച്ചിച്ചോറ് എന്നൊരു സംഭവമുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. ഇത് തലശ്ശേരി ഭാഗത്താണ് സ്പെഷ്യലായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇത് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത് തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ എടുക്കേണ്ടത്. ഒരു 4 തക്കാളി, മല്ലിയില, കുരുമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മസാലകളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി വലിയുള്ളി ഇതൊക്കെ നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. അതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള കുരുമുളക് ആഡ് ചെയ്യുക. തക്കാളി നമ്മൾ കുറച്ച് കൂടുതൽ ഇടുന്നതായിരിക്കും നന്നാവുക. ചെറിയൊരു പുളിപ്പ് രസം വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അതിലാവശ്യത്തിന് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അല്പം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതെല്ലാം മിക്സാക്കിയതിന് ശേഷം, മസാലപ്പൊടികളും എല്ലാം മിക്സാക്കിയതിന് ശേഷം ഇതിലാണ് നമ്മൾ ബീഫ് ഇട്ടിട്ട് വേവിക്കുന്നത്. നിങ്ങളല്ലാതെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുക്കറിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ കുക്കറിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്തു. ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം കൂടുതൽ വേണ്ട, പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വേവിച്ചെടുക്കുക. ഇപ്പം നമുക്ക് പാകത്തിനുള്ള വേവായി. കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. അത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച റൈസിലേക്ക് ആഡ് ചെയ്യുക. റൈസ് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന അതേ സ്റ്റൈലിലാണ് വെക്കേണ്ടത്. അതിലല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം നമുക്ക് ദമ്മാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ നമുക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം, ഉരുക്കിയത്. ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ കൊണ്ടും മട്ടൻ കൊണ്ടും ബീഫ് കൊണ്ടും തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.